നമസ്തേ. നാളെ മേടമാസം 1-ാം തീയതി, അതായത് നമ്മളെല്ലാവരും സാധാരണഗതിയിൽ മേടം 1-ാം തീയതി എന്ന് പറയുമ്പോൾ വിഷു, കണി കണ്ടുണരുക, കൈനീട്ടം വാങ്ങുക, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആത്മീയതയുടെ, സന്തോഷത്തിൻ്റെ, വരും കാലങ്ങളിലേക്കുള്ള സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ സൂചകമാകുന്ന ആ ഒരു ആത്മീയ സ്പിരിറ്റ് മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരു നല്ല കാലഘട്ടം അല്ലെങ്കിൽ നല്ല ദിവസങ്ങളായിട്ട് കരുതുന്ന നാളെ പ്രഭാതം ചില കാരണങ്ങളെന്ന് പറയുമ്പോൾ നാളെ ഏപ്രിൽ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9:32 വരെ സൂര്യൻ മീനൻ രാശിയിലാണ്. മീനൻ രാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് രാശി സംക്രമം ചെയ്യുമ്പോഴാണ് അതിനെ സംക്രമം അല്ലെങ്കിൽ രാശി മാറ്റം എന്ന് പറഞ്ഞിരിക്കുന്നതിന് ശേഷം, സൂര്യൻ മേടൻ രാശിയിൽ എത്തിയതിന് ശേഷം ആദ്യമായി ഉദിക്കുമ്പോൾ ആ ഉദയത്തിലാണ് നമ്മൾ കണി കാണുന്നത്. ആദ്യമായി കാണുന്ന കാര്യങ്ങൾ, ആദ്യമായി കേൾക്കുന്ന കാര്യങ്ങൾ, കൈനീട്ടം വാങ്ങുക എന്നിങ്ങനെയുള്ളതായ കാര്യങ്ങൾ ആചരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നാളെ, അതായത് മേടമാസം 1-ാം തീയതി എന്ന് പറഞ്ഞിരിക്കുന്ന നാളത്തെ ദിവസം, ഏപ്രിൽ മാസം 14-ാം തീയതി രാവിലെ 9:32 ശേഷമാണ് മീനൻ രാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലോട്ട് മാറുന്നത്. അതുകൊണ്ട് അടുത്ത പ്രഭാതമാണ് വിഷുക്കണിയായിട്ട് വച്ചിരിക്കുന്നത്. അതായത് വിഷുക്കണി അങ്ങനെയാണ്. സൂര്യൻ മേടൻ രാശിയിൽ മാറിയതിന് ശേഷം ആദ്യമായി ഉദിക്കുന്ന ഉദയമാണ്. ആ ഉദയത്തിലാണ് നമ്മൾ കണി കാണുന്നതും കാഴ്ചകൾ കാണുന്നതും കൈനീട്ടങ്ങൾ കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നതൊക്കെ ആ ഒരു സന്തോഷ സുദിനമാണ്. എല്ലാവർക്കും ഈ ഒരു ദിവസങ്ങളെ സംബന്ധിച്ചുള്ളതായ ചില സംശയങ്ങളും കാരണങ്ങളും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് സംശയലേശമന്യേ ഈ രീതിയിൽ തന്നെയാണ് ഹൈന്ദവ ആചാരങ്ങളനുസരിച്ചിട്ട്, ഹൈന്ദവ വിശ്വാസമനുസരിച്ചിട്ട് ദേവാലയങ്ങളിലും വീടുകളിലും എല്ലായിടത്തും വിഷുക്കണി മറ്റന്നാളാണ്. അതായത് 15-ാം തീയതി, ഏപ്രിൽ 15-ാം തീയതി പ്രഭാതത്തിലാണ് വിഷുക്കണി.